ഈ സന്ധ്യാസമയങ്ങളിൽ നമ്മൾക്കൊരു വാക്യം ധ്യാനിക്കാം. വാക്യം നമ്മളെ പ്രകാശം പരത്തുന്ന അനുഭവം ദൈവം നമ്മൾക്ക് തെരുമാറാകട്ടെ. അതായത് 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം ലേഖനം, യോഹന്നാൻ 1 John chapter 3 verse 1. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ, നമ്മുടെ ആത്മാവ് സൗഖ്യമായിരിക്കുന്നത് പോലെ നാം സകലത്തിലും സകലത്തിലും നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നമ്മൾ നശിച്ചു പോകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷമുള്ളവരായും വിജയമുള്ളവരായും സൗഖ്യമുള്ളവരായും സന്തോഷമുള്ളവരായും ആയിരിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നിന്നെക്കുറിച്ച് കർത്താവ് ഉദ്ദേശമുണ്ടെന്ന് കർത്താവ് പറയുന്നു. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സകലത്തിലും ശുഭമായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ശുഭമായും സുഖമായും സൗഖ്യമായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ലോകത്തിലെ ജീവിതം കാണുമ്പോൾ പ്രയാസം ദുരിതമൊക്കെയുണ്ട്. എന്നാൽ അതിന് മതി നമ്മൾ ശുഭമായും സൗഖ്യമായും ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുപ്പച്ചൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മകൾ, എൻ്റെ മകൻ നല്ലതായിട്ട് വരണം, പ്രോസ്പെരിറ്റി ആയിരിക്കണം, പ്രോസ്പെരിറ്റിയോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ബൈബിളിലെ വാക്യം ധ്യാനിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കാം. യേശുപ്പച്ചൻ എത്ര നല്ല വാക്യം നമ്മൾ തന്നിരിക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിന് വേണ്ടി സ്തോത്രം കർത്താവേ എന്ന് പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ശുഭമായി സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാക്യപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്കൊരു ഇമെയിൽ വന്നു. അതിനകത്ത് വാക്യം ഇതാ, ഈ വാക്യമാണ്: നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും സുഖമായും സൗഖ്യമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഇമെയിൽ. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. സൗഖ്യമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് മിനിസ്ട്രി മൂലമായിട്ട് വന്നതാണ്, മിനിസ്ട്രീസ് അയച്ചതാണ്. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ദുരിതം അനുഭവിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി, സൗഖ്യമുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ, ആമീൻ.